ഡൈസ് ഐറെ മലയാള സിനിമയെ ഒരു ഹോളിവുഡ് ടച്ചിലേക്ക് അല്ലെങ്കിൽ ഒരു കൊറിയൻ ടച്ചിലേക്ക് ഒരു ഹൊറർ മൂവി എങ്ങനെ മലയാളി പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാമെന്ന് തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ് രാഹുൽ സദാശിവം എന്ന് പറയുന്ന ബ്രില്യൻ ഡയറക്ടർ. ഈ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇങ്ങനൊരു പടം എടുക്കാൻ ഒരു മലയാളികളെ കൊണ്ട്, അതായത് നമ്മളൊരു ആകാശഗംഗ അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് ഇന്ദ്രിയം എന്നൊക്കെ പറയുന്ന ഒരുപാട് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുപോലൊരു ജോണറിൽ ശീലിച്ചിട്ടുള്ള മലയാളികൾക്ക് ഇങ്ങനൊരു മലയാളം ലാംഗ്വേജിൽ ഇത് ആസ്വദിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഇത് എന്ന് പറയുന്ന മലയാള പടമായിട്ട് നമുക്ക് ലാംഗ്വേജിൽ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ എന്നാ ഇദ്ദേഹം പണി വെച്ചിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു മലയാളം ഒരു ആക്ടർ, അതായത് പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ്റെ മകനായിട്ടുള്ള ഇദ്ദേഹത്തെ വളച്ചൊടിച്ച് ഇദ്ദേഹത്തിൻ്റെ ആന്തരികമായിട്ടുള്ള പല സാധനങ്ങളും പുറത്തു കൊണ്ടുവരാൻ രാഹുൽ സദാശിവം എന്ന് പറയുന്ന ബ്രില്യൻ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സിനിമോട്ടോഗ്രാഫി ഷഹനാദ് ജലാൽ ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു പടം കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു വാക്കിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇറ്റ്സ് എ പീക്ക് എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ പീക്ക് എലിമെൻറ്റ്. അതിൻ്റെ അപ്പുറത്തേക്കൊരു വാക്ക് അതിനില്ല. പിന്നെ എഡിറ്റിംഗ്, ഒരു പടത്തിൻ്റെ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ എഡിറ്റിംഗ് ആണ്. അത് ഷെഫീഖ് മുഹമ്മദ് അലി എന്ന് പറയുന്ന ആൾ അത് ബ്രില്യൻ്റായിട്ട് കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര ഒരു പടം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും പണി വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ എഡിറ്റിങ്ങിൽ തന്നെ നമുക്ക് ആ ഒരു സിനിമയെ എത്രത്തോളം ഹൈപ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഈ ഒരു ഡൈസ് ഐറെ എന്ന് പറയുന്ന പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ റിട്ടൺ ബൈ ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവം. അറിയാം, നമ്മൾ ഇതിന് മുമ്പ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള പടങ്ങൾ. ഭൂതകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രത്തോളം എന്താ പറയുക, ഒരു ടോപ്പ് പീക്ക് എലിമെൻറ്റ് മലയാള സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളൊരു പടമാണ് ഭൂതകാലം. അത് ശരിക്കും മൊബൈലിൽ പോലും ഇരുന്ന് കാണാൻ കഴിയാത്ത ഒരു പടമാണ്. കാരണം അതിൻ്റെ ഏതൊരു കോർണറിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പേടിക്കാനുള്ള വസ്തു ഇതിലുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ബ്രഹ്മയുഗത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഡൈസ് ഐറെ, ഇദ്ദേഹം എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും എന്താ തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് പറയുന്ന ഹാർഡ് വർക്കിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിൽ പറയുകയുണ്ടായി, കോവിഡ് സമയങ്ങളിൽ ഇദ്ദേഹം ഒരുപാട് ഹൊറർ മൂവികൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണാനിടയായി. പക്ഷേ ഇത്തരത്തിലുള്ള എഴുത്താണെന്നുള്ളത് പടങ്ങൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. തിയേറ്റർ ഒന്നടക്കം പേടിച്ച് വിറയ്ക്കുന്ന രൂപത്തിലുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പ്രണവ് മോഹൻലാലിൻ്റെ ഇതിനു മുമ്പ് കണ്ടുള്ള ഹൃദയമായി കഴിഞ്ഞാലും ആദ്യമായി കഴിഞ്ഞാലും വർഷങ്ങൾക്ക് ശേഷമായി കഴിഞ്ഞാലും പ്രണവിൽ നിന്ന് ഡയറക്ടർക്ക് ഊറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ രാഹുൽ സദാശിവം എന്ന് പറയുന്ന ഡയറക്ടർ പ്രണവ് മോഹൻലാൽ ഇനി അങ്ങോട്ടൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക്, അതായത് പ്രണവ് മോഹൻലാലിൽ എന്തുണ്ട് എന്നുള്ളത് എല്ലാം അദ്ദേഹം കഷ്ടപ്പെട്ട് ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന മാതിരി പണിയെടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറേ പറയാനുള്ളത്, ഈ ഒരു പടത്തിൻ്റെ മുതൽ മുടക്ക് എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ടാവില്ലാന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ മാർവൽ അല്ലെങ്കിൽ DC സിനിമകളെ പോലെ ഒരുപാട് VFXൻ്റെ സംഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ജസ്റ്റ് എ മൂവി, ജസ്റ്റ് എ വീഡിയോ ക്യാപ്ചറിങ്, ദാറ്റ്സ് ഓൺലി. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് പേടിക്കാനുള്ള എലമെൻറ്റ്സ് അതിലുണ്ട്. പേടിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ട്രൂ ഇവൻ്റാണെന്ന് ആദ്യം തന്നെ കണ്ടു. പക്ഷേ ട്രൂ ഇവൻ്റ് ഇത്രത്തോളം നമുക്ക് ഒരു ട്രൂ സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം വെച്ചാൽ അത്രത്തോളം നമുക്കതിൽ അനുഭവപ്പെടാനുള്ളതുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള കോ-ആർട്ടിസ്റ്റ് ഉണ്ട്, പ്രണവിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള കോ-ആർട്ടിസ്റ്റ്. ഇറ്റ്സ് എ ബ്രില്യൻ്റ് ആക്ടിങ്. ഇവർ രണ്ടുപേരുമാണ് ആക്ടിങ് ഒന്നിനോട് മത്സരിച്ചും കൊണ്ടുള്ള അഭിനയമായിരുന്നു. പിന്നെ അഡൽസ് ഒൺലി കാരണം അങ്ങനത്തെ സംഭവങ്ങൾ. പക്ഷെ നമ്മളത് അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. ആ ഒരു പടത്തിൽ അഡൽസ് ഒൺലി എന്ന് പറയുന്ന എലമെൻറ്റ് അതിൽ അനിവാര്യമായത് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ ആ ഒരു സാധനം അതിൽ
വളരെ അത്യാവശ്യമാണെന്നുള്ളത് അത് പടം കണ്ടു കഴിഞ്ഞവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിനൊരു അഡൽട്സ് ഓൺലി സർട്ടിഫിക്കേഷൻ കൊടുത്തതെന്നത്. തീർച്ചയായിട്ടും ഇതൊരു മൊബൈൽ ഫോണിലേക്ക് വരാൻ കാത്തിരിക്കരുത്. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, 100% തിയേറ്റർ എക്സ്പീരിയൻസ്. ആൻഡ് പ്രണവ് മോഹൻലാലിൻ്റെ പെർഫോമൻസ് കാണണമെങ്കിലും രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഡയറക്ടർ എന്താണ് പണി വെച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതും ഈ ഒരു പടം കണ്ടാൽ മനസ്സിലാവും. പിന്നെ ക്രിസ്റ്റോ സേവ്യർ സിനിമാറ്റോഗ്രാഫർ, എൻ്റെ പൊന്നും മക്കളെ എന്താ ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. പീക്ക് ലെവൽ അത്ര മാത്രമേ പറയാനുള്ളൂ. അത്രക്ക് മ്യൂസിക് സ്കോറാണ്, അത്രക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അത്രക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പ്രണവ് മോഹൻലാലിൻ്റെ കൂടെ വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് ക്ലാസിക്, ഒരു ഹോളിവുഡ് ടച്ച്. ഇതിലപ്പുറത്തേക്ക് ഒന്നും ഈ പടത്തെക്കുറിച്ച് പറയാനില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്താ പറയുക, മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ ഒരു സാധനമാണ്. അത്ര മാത്രമേ പറയാനുള്ളൂ. ഭൂതകാലം കിടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ, പക്ഷേ ഇത് ഭൂതകാലം എന്നുള്ള വേറൊരു വേഷൻ, ഭ്രമയുഗം ഭൂതകാലം വേറൊരു വേഷൻ. കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് ഓൺലി. ഹാറ്റ്സ് ഓഫ് രാഹുൽ സദാശിവൻ, ഹാറ്റ്സ് ഓഫ്.